ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമ്മളൊരു യാത്രയിലാണ്. കോഴിക്കോട് ജില്ലയിലെ തുഷാരഗിരി എന്ന വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് നമ്മൾ പോകുന്നത്. കോഴിക്കോട് ടൗണിൽ നിന്നും ഏകദേശം ഒരു 55 കിലോമീറ്റർ മാറി കോഴിക്കോട് ജില്ലയുടെ അവസാന ഭാഗമായ അടിവാരത്ത് നിന്നും നമ്മളൊരു 9 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്തുന്ന സ്ഥലമാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം. അപ്പോൾ നമുക്ക് തുഷാരഗിരി വെള്ളച്ചാട്ടത്തിനടുത്ത് ഏകദേശം എത്താനായിട്ടുണ്ട്. നമുക്ക് യാത്രയിലേക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. അതിനു മുമ്പ് തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ചലഞ്ച് മീഡിയ എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് ബാക്കി യാത്രയിലേക്ക് കടക്കാം. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ വെള്ളച്ചാട്ടത്തിന് തൊട്ടരികെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പിന്നിൽ കാണാൻ സാധിക്കും, വെള്ളം ധാരാളമായിട്ട് മലമുകളിൽ നിന്ന് ഒഴുകി വരുന്നത് കാണാൻ സാധിക്കും. അതുപോലെ ധാരാളം ആളുകൾ ഇവിടെ കാഴ്ചകൾ കാണാൻ എത്തിയിരിക്കും, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ പിന്നിലേക്ക് നോക്കിയാൽ ഫാമിലിയായിട്ടും ബാച്ചിലേഴ്സായിട്ടും നിരവധി ആളുകൾ ഈ കാഴ്ചകൾ കാണാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം വലിയ മലമുകളിൽ നിന്നും വരുന്നതും ധാരാളം സ്ഥലങ്ങളിൽ നിന്നും ഒത്തുകൂടി ഇവിടെ ഒരു പാറയുടെ മുകളിൽ ഒഴുകി ധാരധാരയായിട്ട് ഒഴുകിക്കൊണ്ട് ഒരു തുഷാര രീതിയിൽ ഒഴുകുന്ന രീതിയൊക്കെയാണ് ഇവിടെ തുഷാരഗിരി എന്നുള്ള പേര് തന്നെ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നിൽ കാണുന്നത് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഇവിടെ വെള്ളത്തിനൊക്കെ വളരെ തണുപ്പാണ്. കാട്ടിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമായതുകൊണ്ട് തന്നെ, ഉറവയുള്ള വെള്ളമായതുകൊണ്ട് തന്നെ വളരെയധികം തണുപ്പ് അനുഭവപ്പെടുന്ന വെള്ളമാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ വരിക, ആസ്വദിക്കുക. അതുപോലെ തന്നെ കുറച്ചെങ്കിലും സൂക്ഷിക്കണം. വളരെ വഴുവഴുപ്പുള്ള സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എല്ലാ ആളുകളും പല ഭാഗത്തു നിന്നും ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ എത്തിച്ചേരുക, ആസ്വദിക്കുക. അടിപൊളി ഒരു സ്ഥലമാണ്, കാണേണ്ട ഒരു കാഴ്ചയാണ്. നമ്മൾ കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും വരിക, ആസ്വദിക്കുക, ഉഷാറായി ആസ്വദിച്ച് മടങ്ങുക.
ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ബാക്കിൽ കാണുന്നതാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം. അതായത് വളരെയധികം ഉയരത്തിൽ നിന്നും പാറ മുകളിലേക്ക് വെള്ളം ചാടി വീഴുന്നതാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം. ഇതിന് ഒന്നാമത്തെ വെള്ളച്ചാട്ടമാണ്. ഇനി 2ഉം 3ഉം വെള്ളച്ചാട്ടങ്ങൾ വേറെ കാണാനുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വളരെയധികം ഒരു പാൽ പോലെ വെള്ളം വീഴുന്നത് കാണാം. നല്ല തണുത്ത വെള്ളമാണ്. നല്ല പാറയുടെയും മറ്റും ഉള്ളിൽ നിന്നൊക്കെ വരുന്ന വെള്ളമായതുകൊണ്ട് ഒരു കാട്ടരുവികളിൽ നിന്നുമെല്ലാം ഒലിച്ചിറക്കുന്ന വെള്ളമായതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ ആസ്വദിക്കാൻ ഇവിടെ എത്തിച്ചേരുക. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ആസ്വാദനം കിട്ടും. ധാരാളം കാഴ്ചക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഫാമിലി ആയിട്ടും എല്ലാവർക്കും വരാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നുകൊണ്ട് കാഴ്ച ആസ്വദിച്ച് മടങ്ങുക. തിരിച്ചു പോകാനുള്ള വഴിയിലാണ്. അപ്പോൾ നമ്മളൊരു സുഹൃത്തിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ മൂപ്പര് വെള്ളത്തിൽ കുറേ നേരം കളിച്ച് രസിച്ച് വിറച്ച് നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുക. അപ്പോൾ പേരെന്താണ്? എങ്ങനെയുണ്ട് ഇവിടുത്തെ അനുഭവം? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഈ കുഴപ്പമില്ല, അത് മനോഹരമായ സ്ഥലമാണ്. അത് എന്താ പറയുക, ആസ്വദിക്കാൻ വേണ്ടി ലീവിന് നാട്ടിൽ വന്നപ്പോൾ അടിപൊളിയായിട്ട് തോന്നി. അതുകൊണ്ട് ഇങ്ങനെ ഇക്കോ ടൂറിസം പദ്ധതി ഉണ്ടെന്ന് കേട്ടു, അതുകൊണ്ട് വന്നതാണ്. അതിമനോഹരമായ സ്ഥലമാണ്. കുഴപ്പമില്ല, സൂപ്പറാണ്. അടിപൊളിയാണ്. ഓക്കെ. വരും. നമ്മളിപ്പോൾ താന്നിമരത്തിൻ്റെ മറ്റൊരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരു 500 വർഷം പഴക്കമുള്ള ഒരു താന്നിമരം ഉണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി നിന്നാൽ ഏകദേശം അതിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ അപ്പോൾ അതിൻ്റെ ഉള്ളിലാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വന്നാൽ തന്നെ ഒരു അനുഭവം, ഒരു അടിപൊളി അനുഭവമാണ്. 500 വർഷം പഴക്കമുള്ള താന്നിമരം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഒരു സൂപ്പർ അനുഭവമാണ്. മറ്റൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തുള്ള ഒരു താന്നിമരമാണ്. അപ്പോൾ മറ്റൊരു അടിപൊളി ഒരു അനുഭവമാണ്. കണ്ട് നമ്മളിപ്പോൾ 500 വർഷം പഴക്കമുള്ള താന്നിമരത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ തുഷാരഗിരി വെള്ളച്ചാട്ടത്തിൽ ഏകദേശം ഒരു വെള്ളച്ചാട്ടമാണ് നമ്മൾ കണ്ടത്. ബാക്കി 2-3 വെള്ളച്ചാട്ടങ്ങൾ
ഇവിടെ മഴ കാരണം അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് കാണാൻ കഴിയില്ല. ഗവൺമെൻറ് നിർദ്ദേശപ്രകാരം മഴവെള്ളപ്പാച്ചിലൊക്കെ ഉള്ളത് കൊണ്ട് അത് അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 500 വർഷം പഴക്കമുള്ള ധാന്യമരത്തിൽ എടുത്ത് വെച്ചിട്ട് ഏകദേശം നമ്മൾ പരിപാടി യാത്ര അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ബാക്കിൽ കാണാം, വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളങ്ങൾ ബാക്കിൽ അടിപൊളിയായിട്ട് വരുന്നത് കാണാം. അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടുന്ന് തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.